പ്രിയമുള്ള സുഹൃത്തെ, മലയാളം ബുക്ക് സമ്മറിയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരുപാട് മുട്ടിയ വാതിലുകൾ അതെങ്ങനെ അൺലോക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ ശക്തി ഗവേൻ്റെ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ നിങ്ങളെ സഹായിക്കുന്നു. ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സൃഷ്ടിക്കാൻ നിങ്ങളുടെ ഭാവനയുടെ ശക്തി ഉപയോഗിക്കാൻ ഈ പുസ്തകം പഠിപ്പിക്കുന്നു. ദ ബുക്ക് ക്രിയേറ്റീവ് വിഷ്വലൈസേഷനാണ്. യൂസ് ദ പവർ ഓഫ് യുവർ ഇമാജിനേഷൻ ടു ക്രിയേറ്റ് വാട്ട് യു വാണ്ട് യു ഇൻ യുവർ ലൈഫ്. ഇത് എഴുതിയിരിക്കുന്നത് ശക്തി ഗവേനാണ്. ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള സൃഷ്ടിക്കാൻ നമ്മുടെ ഭാവനയുടെ ശക്തി ഉപയോഗിക്കാൻ ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഹെൽത്ത്, അത്ലറ്റിക്സ്, ബിസിനസ്, എഡ്യൂക്കേഷൻ ആൻഡ് ക്രിയേറ്റീവ് ആർട്സ് എന്നിവയെ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ടെക്നിക്കൽ വിജയകരമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പം ചാപ്റ്റർ 1 പറയുന്നത് ബേസിക് ഓഫ് ക്രിയേറ്റീവ് വിഷ്വലൈസേഷനാണ്. എന്താണ് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ? ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സൃഷ്ടിക്കാൻ നിങ്ങളുടെ ഭാവന ഉപയോഗിക്കുന്നു. ഇത് നിങ്ങളുടെ സ്വാഭാവിക ഭാവനയുടെ ശക്തിയാണ്. പ്രപഞ്ചത്തിൻ്റെ പ്രാഥമിക സൃഷ്ടിപരമായ ഊർജം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്നു. ഇമാജിനേഷൻ കൊണ്ട് നമുക്ക് ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മെൻ്റൽ പിക്ചർ അല്ലെ ഫീലിംഗ് സെൻസ് ഓഫ് സംതിങ്. ക്രിയേറ്റീവ് വിഷ്വലൈസേഷനിൽ നിങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നിൻ്റെ വ്യക്തമായ ചിത്രം അല്ലെങ്കിൽ അതിൻ്റെ ചിന്ത അല്ലെങ്കിൽ അതിൻ്റെ ഫീലിംഗ് സൃഷ്ടിക്കാൻ നിങ്ങളുടെ ഇമാജിനേഷൻസ് ഉപയോഗിക്കുക. തുടർന്ന് നിങ്ങൾ ഐഡിയയെ മെൻ്റൽ പിക്ചർ ഫീലിംഗ് പതിവായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അതിന് പോസിറ്റീവ് എനർജി നൽകുന്നു. അങ്ങനെ അതൊരു വസ്തുനിഷ്ഠമായി യാഥാർത്ഥ്യമാകുന്നു. ഉദാഹരണത്തിനായിട്ട് നിങ്ങളുടെ നിലവിലെ ജോലി സാഹചര്യത്തിൽ നിങ്ങൾക്ക് അതൃപ്തി തോന്നും. ജോലി അനുയോജ്യമാണെങ്കിലും നിങ്ങൾക്ക് ചില ഘടകങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് അവിടെ. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന നവീകരണങ്ങൾ അവിടെ സങ്കല്പിക്കുക. അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ജോലിയിൽ പോയി അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നതായിട്ട് സ്വയം സങ്കല്പിക്കുക. അങ്ങനെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പിന്നെ ഒരു മെഡിറ്റേഷൻ പറയുന്നുണ്ട്. നിങ്ങൾ മെഡിറ്റേഷൻ മാനസികാവസ്ഥയിലേക്ക് വിശ്രമിക്കുക. നിങ്ങൾക്ക് അനുയോജ്യമായ ജോലിയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് സങ്കല്പിക്കുക. ഈ വ്യായാമം ദിവസത്തിൽ 2 തവണ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ആവർത്തിക്കുക. മാറ്റാനുള്ള നിങ്ങളുടെ ആഗ്രഹവും ഉദ്ദേശവും വ്യക്തമാണെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ന്യായമായ ചില മാറ്റങ്ങൾ ഉടൻ കണ്ടെത്താം. 4 ബേസിക് സ്റ്റെപ്സ് ഫോർ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ. 1 സെറ്റ് യുവർ ഗോൾ. 2 ക്രിയേറ്റ് എ ക്ലിയർ ഐഡിയ ഓർ പിക്ചർ. 3 ഫോക്കസ് ഓൺ ഇറ്റ് ഓഫ്റ്റൻ. 4 ഗീവ് ഇറ്റ് പോസിറ്റീവ് എനർജി. ഗോൾ സെറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് നല്ലൊരു ക്ലിയർ ഐഡിയ ഒരു പിക്ചർ നമ്മൾ ഉണ്ടാക്കുക, അത് നമ്മൾ ഫോക്കസ് ചെയ്യുക, അതിന് കൂടുതൽ പോസിറ്റീവ് എനർജി കൊടുക്കുക. ഇതാണ് 4 സ്റ്റെപ്പുകൾ. ദിവസവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്ന ബുക്കുകൾ വായിക്കുക. അതുപോലെ പോസിറ്റീവ് മൈൻഡായിട്ട് ആൾക്കാരെ നമ്മുടെ ചുറ്റും നിർത്താൻ ശ്രമിക്കുക. എപ്പോഴും നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ആൾക്കാരെ നമ്മുടെ മുമ്പുണ്ടെങ്കിൽ നമ്മളും സക്സസ്ഫുള്ളാണ്. അപ്പം നമ്മുടെ ചുറ്റും പോസിറ്റീവായിട്ടുള്ള നല്ല സ്ട്രോങ് പീപ്പിളെ നിർത്താൻ ശ്രമിക്കുക. 3 നെസസറി എലമെൻറ്റ്സ് ഫോർ വിഷ്വലൈസേഷൻ. ഏത് സാഹചര്യത്തിലും ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ വിജയകരമായി പ്രവർത്തിക്കാൻ നിങ്ങളുടെ ഉള്ളിൽ 3 ഘടകങ്ങളാണ് നിർണ്ണയിക്കുന്നത്. ആ 3 കാര്യങ്ങൾ ആഗ്രഹം, വിശ്വാസം, സ്വീകാര്യത. ഇത് 3ആണ്. അപ്പോൾ ഒന്നാമത്തെ ഡിസയർ, ആഗ്രഹം. നിങ്ങൾ ദൃശ്യവൽക്കരിക്കാൻ തിരഞ്ഞെടുത്ത് ഉണ്ടായിരിക്കാനോ സൃഷ്ടിക്കാനോ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. സ്വയം ചോദിക്കുക, ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടാൻ ഞാൻ ശരിക്കും എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ? രണ്ടാമത്തെ വിശ്വാസം, ബിലീഫാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത ലക്ഷ്യത്തിലും അത് നേടാനുള്ള സാധ്യതയിലും നിങ്ങൾ എത്രയധികം വിശ്വസിക്കുന്നുവോ അത്രത്തോളം നിങ്ങളത് ചെയ്യും. സ്വയം ചോദിക്കുക, ഈ ലക്ഷ്യം നിലനിൽക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കത് ഗ്രഹിക്കാനോ നേടാനോ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? മൂന്നാമത് അക്സെപ്റ്റൻസ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വീകരിക്കാനും നേടാനും നിങ്ങൾ തയ്യാറായിരിക്കണം. ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ഉപയോഗിക്കാനുള്ള ഒരേ ഒരു ഫലപ്രദമായ മാർഗം ഒഴുക്കിനൊപ്പം പോകുന്നു, ഗോയിങ് വിത്ത് ദ ഫ്ലോ. അതിനർത്ഥം നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നിടത്ത് എത്താൻ നിങ്ങൾ പരിശ്രമിക്കേണ്ടതില്ല എന്നാണ്. നിങ്ങൾ എവിടേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത് വ്യക്തമായി മനസ്സിൽ സൂക്ഷിക്കുക. തുടർന്ന് ജീവിത നദി നിങ്ങളെ അവിടെ എത്തിക്കുന്നത് വരെ ക്ഷമയോടെയും യോജിപ്പോടെയും അത് പിന്തുടരുക. നിങ്ങളുടെ ഉള്ളിലെ ഭയം നിങ്ങളെ ഗോൾസ് നേടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ലഭിക്കാതിരിക്കാനുള്ള ആശയത്തിൽ ഉറപ്പിക്കും. ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ പ്രക്രിയയുടെ പ്രധാന ഭാഗം അഭിവൃദ്ധിയുടെ ബോധം വികസിപ്പിക്കുകയാണ്.
പ്രപഞ്ചം സമൃദ്ധമാണെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ ബോധപൂർവം സ്വീകരിക്കുക എന്നതാണ് ഇതിനർത്ഥം. നിങ്ങൾക്ക് ശരിക്കും ആവശ്യമുള്ളതോ ആഗ്രഹിക്കുന്നതായ എല്ലാം ഇവിടെ ചോദിക്കാനുണ്ട്. നിങ്ങളത് അങ്ങനെയാണെന്ന് വിശ്വസിക്കുകയും അത് യാഥാർത്ഥ്യമായി ആഗ്രഹിക്കുകയും അംഗീകരിക്കാൻ തയ്യാറാകുകയും വേണം. ചാപ്റ്റർ 4 മെഡിറ്റേഷൻ ആൻഡ് അഫർമേഷൻ. കസേരയിലോ തറയിലോ ഇരിക്കുക, പുറം നല്ല നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, സുഖമായിട്ടിരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, സാവധാനത്തിൽ ശ്വസിക്കുക, ആഴത്തിൽ വിശ്രമം തോന്നുന്നവരെ 10 മുതൽ 1 വരെ എണ്ണുക. ഈ ധ്യാനം നിങ്ങളെ വിഷൻ, ഫാൻറ്റസി ആൻഡ് ഇമാജിനേഷൻ എന്നിവയുടെ കോസ്മിക് എനർജിക്കിടയിൽ ബാലൻസ്ഡ് ആക്കുന്നു. നിങ്ങളുടെ ശരീരത്തെ സുഖപ്പെടുത്തുന്നതിനും ശുദ്ധീകരിക്കുന്നതിനും ഊർജം ഒഴുകുന്നതിനും വേണ്ടിയാണ് ധ്യാനം. നിങ്ങളുടെ തലയുടെ മോൾഭാഗത്ത് സ്വർണ്ണ പ്രകാശത്തിൻ്റെ തിളങ്ങുന്ന ഒരു ഗോളം സങ്കല്പിക്കുക. ലൈറ്റ് ഗ്ലോബിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് നിങ്ങളുടെ തലയുടെ മുകളിൽ നിന്ന് പ്രസരിക്കുന്നതായിട്ട് അനുഭവിക്കുമ്പോൾ ആഴത്തിലും സാവധാനത്തിലും 5 തവണ ശ്വസിക്കുക. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോകാൻ കഴിയുന്ന ഒരു സങ്കേതം സൃഷ്ടിക്കാൻ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ഉപയോഗിച്ച് ആരംഭിക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് സുഖപ്രദമായ സ്ഥാനത്ത് വിശ്രമിക്കുക. മനോഹരമായ പ്രകൃതിദത്തമായ അന്തരീക്ഷം സ്വയം സങ്കല്പിക്കുക. അത് മലമുകളിലാകാം, വനത്തിലാകാം, കടലിനോട് ചേർന്നുള്ള ഏതെങ്കിലും സ്ഥലമാകാം. അത് സമുദ്രത്തിന് അടിയിലോ അല്ല മറ്റൊരു ഗ്രഹത്തിലോ സ്വർഗത്തിലോ അങ്ങനെയൊക്കെ ആകാം. അത് നിങ്ങൾക്ക് സുഖകരവും സമാധാനപരവുമായി തോന്നണം. ഇപ്പോൾ സ്ഥലം കൂടുതൽ ഗ്രഹാതുരവും സൗകര്യപ്രദവുമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ അതിശയകരമായ ജ്ഞാനവും അറിവും ഉണ്ട്. യൂണിവേഴ്സ് ഇൻ്റലിജൻസുമായുള്ള ബന്ധം അവബോധജന്യമായ മനസ്സിലൂടെ ലഭ്യമാണ്. ഒരു ഇന്നർ ഗൈഡ് എന്നത് നിങ്ങളുടേതായ ഒരു ഉയർന്ന ഭാഗമാണ്. അത് വ്യത്യസ്ത രൂപങ്ങളിൽ നിങ്ങളിലേക്ക് വരും. ചാപ്റ്റർ 5 സ്പെഷ്യൽ ടെക്നിക്സ്. ക്രിയേറ്റീവ് വിഷ്വലൈസേഷന് വേണ്ടി ഒരു നോട്ട് ബുക്ക് ഉണ്ടാക്കുക. അഫർമേഷൻസ് എഴുതുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ, ലക്ഷ്യങ്ങൾ, ഫാൻറ്റസികൾ എന്നിവ റെക്കോർഡ് ചെയ്യുക. ജേണൽ സൂക്ഷിക്കുക. പ്രചോദിപ്പിക്കുന്ന വാക്കുള്ള ചിന്തകൾ, ആശയങ്ങളൊക്കെ എഴുതുക. നല്ല ബുക്കുകളിൽ നിന്നൊക്കെ കിട്ടിയ നല്ല പ്രചോദനമായ വാക്കുകളൊക്കെ എഴുതുക. ചിത്രങ്ങൾ വരയ്ക്കുക. ഇതൊക്കെ ഈ നോട്ട് ബുക്കിൽ നിങ്ങൾക്ക് പകർത്താം. നോട്ട് ബുക്ക് ആരംഭിക്കുന്നതിനെക്കുറിച്ച് കുറച്ച് നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. 1 അഫർമേഷൻസ് ആണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട അഫർമേഷൻസ് എഴുതുക. തുടർന്ന് നിങ്ങൾക്ക് അവയെല്ലാം ഒരു പേജിൽ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാം. ഔട്ട്ഫ്ലോ ലിസ്റ്റ്. ലോകത്തിലേക്കും ചുറ്റുമുള്ള മറ്റുള്ളവരിലേക്കും പൊതുവായും പ്രത്യേകമായി നിങ്ങളുടെ ഊർജ്ജം എങ്ങനെ ഒഴുക്കിവിടാം എന്നതിനെ കുറിച്ചിട്ട് ലിസ്റ്റ് ചെയ്യുക. സക്സസ് ലിസ്റ്റ്. നിങ്ങൾ വിജയിച്ചായി തോന്നുന്നതോ വിജയിച്ചതോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിജയകരമായി പൂർത്തിയാക്കിയതോ ആയ എല്ലാറ്റിൻ്റെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. 4 അപ്രിസിയേഷൻ ലിസ്റ്റാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളതിന് നിങ്ങൾ വിശ്വസനീയമാം വിധം നന്ദിയുള്ളവരോ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നവരോ ആണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന എല്ലാറ്റിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുക. 5 ഫാൻറ്റസീസ് ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ് ആണ്. നിങ്ങൾക്ക് വരുന്ന ഏതെങ്കിലും വിശ്വാസങ്ങൾ, പദ്ധതികൾ, ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നൂതന ആശയങ്ങൾ എന്നിവ രേഖപ്പെടുത്തുക. 6 ക്ലിയറിംഗ് ചെയ്യുക. ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ഉപയോഗിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ഉയർന്ന നേട്ടം കൈവരിക്കുന്നത് നിങ്ങളെ തടയുന്ന ബ്ലോക്കുകളുമായി നിങ്ങൾ ബന്ധപ്പെട്ടേക്കാം. ഒരു ബ്ലോക്ക് എന്നത് ഊർജം ചുരുങ്ങുന്ന ഒരു സ്ഥലമാണ്. ചലിക്കുന്നതില്ല, ഒഴുകുന്നില്ല. സാധാരണയായിട്ട് ഭയം, സങ്കടം, കുറ്റബോധം, സ്വയം വിമർശനം, നീരസം, കോപം എന്നിവയുടെ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ മൂലമാണ് ബ്ലോക്കുകൾ ഉണ്ടാകുന്നത്. ഇതൊരു വ്യക്തിയെ ആത്മീയമായി, മെൻ്റലി, ഇമോഷണലി, ശാരീരികമായിട്ട് പോലും ബ്ലോക്ക് ചെയ്യുന്നു. ബ്ലോക്ക് എങ്ങനെ ഡീൽ ചെയ്യണം? നിങ്ങൾ എന്താണ് തോന്നുന്നത് അത് മെൻ്റൽ ആൻഡ് ഇമോഷണൽ അക്സെപ്റ്റൻസ് ചെയ്യുക. ക്ലിയർ ഒബ്സർവേഷൻ കൊണ്ട് നിങ്ങളുടെ റൂട്ട് പ്രോബ്ലം മനസ്സിലാക്കാം. അത് പലപ്പോഴും പരിമിതമായ മനോഭാവമോ വിശ്വാസമോ ആണ്. നമ്മുടെ ബ്ലോക്കുകളുടെ എന്താണ് എൻ്റെ റൂട്ട് കോസ് അത് കണ്ടുപിടിക്കുക. അത് നമ്മൾ അതിന് പരിഹരിക്കുക. ചാപ്റ്റർ 6 സെറ്റിംഗ് ഗോൾസ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഗോളുകളും ഒരു ബുക്കിൽ എഴുതുക. 5 ഗോൾസിനെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ മെൻ്റൽ ഇമേജിനറി ആയിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ എഴുതിയ വാക്കുകൾ അല്ലെങ്കിൽ ഫിസിക്കൽ ഇമേജ് അല്ലെങ്കിൽ പിക്ചർ എന്നിവയുടെ രൂപമെടുക്കാം. ഗോൾസിൻ്റെ ബ്ലൂ പ്രിൻ്റ് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ വഴി സൃഷ്ടിക്കുക. എന്നിട്ട് യൂണിവേഴ്സിലോട്ട് വിടുക. എഴുതിയ വാക്കുകളുടെ വ്യക്തമായ ചിത്രം സൃഷ്ടിക്കാൻ ഈ വ്യായാമം നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്ന് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾക്ക് അനുയോജ്യമായ ദൃശ്യം നിങ്ങളുടെ നോട്ട് ബുക്കിലോ മേശയിലോ കിടക്കവിരിയിലോ ചുമലിലോ തൂക്കിയിടുകയോ ചെയ്യാം.
ചാപ്റ്റർ 7 ട്രഷർ മാപ്സ് ആണ്. ഏറ്റവും ഫലപ്രദമായ ട്രഷർ മാപ്പുകൾ നിർമ്മിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ ഈ ബുക്കിൽ പറയുന്നുണ്ട്. ലാസ്റ്റിലെ ചാപ്റ്റർ 9 അതിൽ ലിവിങ് ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ഒരു ടെക്നിക്ക് മാത്രമല്ല, അവബോധത്തിൻ്റെയും അവസ്ഥയാണ്. പ്രപഞ്ചത്തിൻ്റെ തുടർച്ചയായ സൃഷ്ടാക്കൾ നിങ്ങളാണെന്ന് ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു ബോധമാണിത്. ഓരോ നിമിഷവും അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുന്നു. ദൈവവും നമ്മളും തമ്മിൽ വേർതിരിവില്ല. സൃഷ്ടിപരമായ തത്വത്തിൻ്റെ ദിവ്യമായ ആവിഷ്കാരങ്ങളാണ് നിങ്ങൾ. നമുക്ക് നേടാനോ ആകർഷിക്കാനോ ഒന്നും ശ്രമിക്കാറില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാത്തിനുമുള്ള സാധ്യതകൾ നിങ്ങൾ ഉൾക്കൊള്ളുന്നു. ക്രിയേറ്റീവ് വിഷ്വലൈസേഷനിലൂടെയുള്ള പ്രകടനം നിങ്ങളുടെ ദൈവിക സാധ്യതകളെ ഭൗതിക തലത്തിൽ തിരിച്ചറിയുകയും ദൃശ്യമാക്കുകയും ചെയ്യുന്നു. രചയിതാവ് പറയുന്നു, രചയിതാവിനൊരു കലാകാരനായി ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നു. എൻ്റെ ജീവിതമാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കലാസൃഷ്ടി. ഓരോ നിമിഷവും സൃഷ്ടിയുടെ ഒരു നിമിഷമാണ്. ഓരോ നിമിഷം അനന്തമായ സാധ്യതകൾ ഉൾക്കൊള്ളുന്നു. ഞാൻ എല്ലായ്പ്പോഴും ചെയ്തിരിക്കുന്നത് പോലെ എനിക്ക് കാര്യങ്ങൾ ചെയ്യാനും പുതിയതും വ്യത്യസ്തവും കൂടുതൽ പ്രതിഫലദായകവുമായി എന്തെങ്കിലും പരീക്ഷിക്കാനും കഴിയും. ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ എന്ന നിങ്ങളുടെ മുഴുവൻ കഴിവുകളും അൺലോക്ക് ചെയ്യാനും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും വിജയത്തിൻ്റെയും ജീവിതം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായി വായിക്കേണ്ട ഒന്നാണ്. നിങ്ങളുടെ ചിന്തകളും ശക്തിയും ഭാവനയ്ക്കുള്ളിലെ അതിരുകളില്ലാത്ത സാധ്യതകളെയും പുറത്തു കൊണ്ടുവരാൻ വളരെ സഹായപ്രദമാണ്. അലൈൻ ചെയ്യുക നമ്മുടെ തോട്ട്സും ഇമോഷൻസും നമ്മുടെ ഗോൾസിന് വേണ്ടിയിട്ട്. ഈ ബുക്കിൻ്റെ സമ്മറി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലിജോ.